പ്രിയപ്പെട്ടവരെ, റെയ്ക്കി ഒരു ജാപ്പനീസ് ഊർജ്ജ ചികിത്സാ രീതിയാണ്. ഇത് ശരീരത്തിലൂടെയും മനുഷ്യന്റെ ഊർജ്ജ മണ്ഡലത്തിലൂടെയും ജീവശക്തി കൈമാറ്റം ചെയ്ത് രോഗശാന്തി പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന കുട്ടിക്കാലത്തെ മുറിവുകൾ, ഭയങ്ങൾ, വിട്ടുവീഴ്ചകൾ എന്നിവയെ പരിഹരിക്കുന്ന ഒരു സമഗ്രമായ പ്രക്രിയയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. കുട്ടിക്കാലത്ത് അടിച്ചമർത്തപ്പെട്ട ദേഷ്യം, സങ്കടം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ, ചക്രങ്ങളിൽ തടസ്സങ്ങളായി നിലനിൽക്കാം. ഈ മുറിവുകൾ നമ്മുടെ ഇപ്പോഴത്തെ ബന്ധങ്ങളിലും സ്വഭാവരീതികളിലും തീരുമാനങ്ങളിലുമെല്ലാം സ്വാധീനം ചെലുത്തും. റെയ്ക്കി ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ സൗഖ്യമാക്കാൻ സഹായിക്കുന്നത് പ്രധാനമായും 3 വഴികളിലൂടെയാണ്. റെയ്ക്കി ചികിത്സ ലഭിക്കുമ്പോൾ ശരീരം ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് കുട്ടിക്കാലത്തെ ട്രോമയുമായി ബന്ധപ്പെട്ട ഭയം, ടെൻഷൻ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. കുട്ടിക്കാലത്ത് അടിച്ചമർത്തപ്പെട്ട ദേഷ്യം, സങ്കടം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ, ചക്രങ്ങളിൽ തടസ്സങ്ങളായി നിലനിൽക്കാം. റെയ്ക്കി ഊർജ്ജം ഈ ഊർജ്ജ ബ്ലോക്കുകളെ നീക്കം ചെയ്യാനും വികാരങ്ങളെ സൗമ്യമായി മോചിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് മനസ്സിൽ വലിയ ഭാരം ഒഴിഞ്ഞതുപോലെ ഒരു അനുഭവം നൽകും. റെയ്ക്കി ഊർജ്ജം സ്വയം സ്നേഹത്തെയും അംഗീകാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. ചികിത്സകൻ അവരുടെ കൈകളിലൂടെ ഒഴുകുന്ന റെയ്ക്കിയെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിക്കായി സമർപ്പിക്കുന്നു. ഇത് മുറിവേറ്റ് നിങ്ങളുടെ ഭാഗത്തിന് നിരുപാധികമായ സ്നേഹം ലഭിക്കുന്നു എന്ന തോന്നൽ നൽകുന്നു. അത് ആ മുറിവുകൾ ഉണങ്ങാൻ അത്യന്താപേക്ഷിതമാണ്. റെയ്ക്കി പരിശീലനം ലഭിച്ചവർക്ക് ഈ ലളിതമായ രീതികൾ സ്വയം പരിശീലിക്കാവുന്നതാണ്. റെയ്ക്കി പോലുള്ള ഊർജ്ജ ചികിത്സാ രീതികൾ ശാസ്ത്രീയ വൈദ്യചികിത്സകൾക്ക് പകരമല്ല, മറിച്ച് അവയ്ക്ക് ഒരു പിന്തുണയായി ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഡോക്ടറുടെയോ തെറാപ്പിസ്റ്റിന്റെയോ ഉപദേശം തേടുക. ഇന്നർ ചൈൽഡ് ഹീലിംഗിന് റെയ്ക്കി നൽകുമ്പോൾ പ്രാക്ടീഷണർ പ്രധാനമായും ഹൃദയചക്രം, സ്നേഹം, അംഗീകാരം, സോളാർ പ്ലെക്സസ് ചക്രം, ആത്മവിശ്വാസം, വ്യക്തിപരമായ ശക്തി, റൂട്ട് ചക്രം, വികാരങ്ങൾ, സുരക്ഷിതത്വബോധത്തിനും അടിസ്ഥാന ആവശ്യങ്ങൾക്കും എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. റെയ്ക്കി ഊർജ്ജം ഈ തടസ്സങ്ങളിൽ പ്രവർത്തിച്ച് അവയെ അലിയിച്ചു കളയുന്നു. ഇത് തൽക്ഷണം ഒരു ആശ്വാസം നൽകാനും പഴയ വികാരങ്ങൾ ഇനി നിങ്ങളെ ഭരിക്കില്ല എന്ന തോന്നൽ നൽകാനും സഹായിക്കും. ശാന്തമായ, ആരും ശല്യപ്പെടുത്താത്ത ഒരിടം കണ്ടെത്തുക. നിങ്ങൾ റെയ്ക്കി പ്രാക്ടീഷണർ ആണെങ്കിൽ റെയ്ക്കി ഊർജ്ജം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുക. ലെവൽ 2 നേടിയവർ പവർ സിംബൽ ചോക്കുറേ കൈകളിലും മുറിയിലുമായി വരയ്ക്കുക. മനസ്സിൽ ഒരു ഉറച്ച ഉദ്ദേശ്യം നൽകുക. ഉദാഹരണത്തിന്, എന്റെ ഉള്ളിലെ കുട്ടിയെ സ്നേഹത്തോടെയും സുരക്ഷിതത്വത്തോടെയും സൗഖ്യമാക്കാൻ ഞാൻ റെയ്ക്കി ഊർജ്ജത്തെ ക്ഷണിക്കുന്നു. കണ്ണുകൾ അടച്ച് ശരീരം പൂർണ്ണമായി അയച്ചിടുക. മൂക്കിലൂടെ സാവധാനം ശ്വാസമെടുത്ത് വായിലൂടെ പുറത്തുവിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ മനസ്സിൽ സങ്കൽപ്പിക്കുക.
ഉദാഹരണത്തിന്, ഒരു പ്രത്യേക പ്രായത്തിൽ നിങ്ങൾക്ക് എന്നാണോ ആ ട്രോമ ഉണ്ടായത്, ആ സമയത്തെ നിങ്ങളെ ഇപ്പോൾ മനസ്സിൽ സങ്കൽപ്പിക്കുക. ആ കുട്ടിയുടെ മുഖഭാവം ശ്രദ്ധിക്കുക. അവർ സന്തോഷത്തിലാണോ, ഭയത്തിലാണോ, സങ്കടത്തിലാണോ, അതോ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? അവരുടെ വികാരങ്ങളെ നിങ്ങളെന്ന മുതിർന്ന വ്യക്തി വിധി കൽപ്പിക്കാതെ അംഗീകരിക്കുക. നിങ്ങളുടെ 2 കൈകളും നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഹൃദയത്തിൽ വെക്കുക. നിങ്ങൾ കൈകൾ വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് റേക്കി ഊർജ്ജം പ്രവഹിക്കുന്നത് മനസ്സിൽ കാണുക. ഈ ഊർജ്ജം പച്ചയോ പിങ്കോ ആയ ഒരു സ്നേഹപ്രകാശമായി നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ നിറയ്ക്കുന്നതായി സങ്കൽപ്പിക്കുക. മനസ്സിൽ ഈ വാചകങ്ങൾ ആവർത്തിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ സ്നേഹിക്കപ്പെടുവാൻ അർഹനാണ്, അർഹയാണ്. നീ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ സ്നേഹിക്കപ്പെടുവാൻ അർഹനാണ്, അർഹയാണ്. നീ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ സ്നേഹിക്കപ്പെടുവാൻ അർഹനാണ്, അർഹയാണ്. നീ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. കൈകൾ നിങ്ങളുടെ വാരിയെല്ലുകൾ അവസാനിക്കുന്ന ഭാഗത്ത് വേറിന്റെ മുകളിൽ വെക്കുക. ഇവിടെ റേക്കി ഊർജ്ജം മഞ്ഞ വെളിച്ചമായി പ്രവഹിക്കുന്നത് കാണുക. കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട ആത്മവിശ്വാസവും വ്യക്തിപരമായ ശക്തിയും ഈ ചക്രം വഴി വീണ്ടെടുക്കുന്നതായി സങ്കൽപ്പിക്കുക. മനസ്സിൽ ഈ വാചകങ്ങൾ ആവർത്തിക്കുക. നിനക്ക് ശക്തിയുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നീ ധൈര്യശാലിയാണ്. നിനക്ക് ശക്തിയുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നീ ധൈര്യശാലിയാണ്. നിനക്ക് ശക്തിയുണ്ട്. നിന്റെ ഇഷ്ടങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നീ ധൈര്യശാലിയാണ്. കൈകൾ വേറിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് പെൽവിസ് ഏരിയ വെക്കുക. ഇവിടെയാണ് കുട്ടിക്കാലത്തെ സുരക്ഷിതത്വമില്ലായ്മയുടെ ഭയം ശേഖരിക്കപ്പെടുന്നത്. റേക്കി ഊർജ്ജം ചുവന്ന പ്രകാശമായി നിങ്ങളുടെ ശരീരത്തെ ഭൂമിയുമായി ബന്ധിപ്പിച്ച് ആ കുട്ടിയെ സുരക്ഷിതമാക്കുന്നത് ആയി സങ്കൽപ്പിക്കുക. മനസ്സിൽ ഈ വാചകങ്ങൾ ആവർത്തിക്കുക. നീ പൂർണ്ണമായും സുരക്ഷിതനാണ്. നിന്നെ പരിപാലിക്കാൻ ഞാൻ ഉണ്ട്. നിന്റെ സുരക്ഷിതത്വം എന്റെ കടമയാണ്. നീ പൂർണ്ണമായും സുരക്ഷിതനാണ്. നിന്നെ പരിപാലിക്കാൻ ഞാൻ ഉണ്ട്. നിന്റെ സുരക്ഷിതത്വം എന്റെ കടമയാണ്. നീ പൂർണ്ണമായും സുരക്ഷിതനാണ്. നിന്നെ പരിപാലിക്കാൻ ഞാൻ ഉണ്ട്. നിന്റെ സുരക്ഷിതത്വം എന്റെ കടമയാണ്.
റേക്കി നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയോട് സ്നേഹത്തോടെ സംസാരിക്കുക. അവർ അനുഭവിച്ച വേദനയെ അംഗീകരിക്കുക. ഉദാഹരണത്തിന്, ആ സമയത്ത് നീ അനുഭവിച്ച വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയാഞ്ഞതിൽ നീ സങ്കടപ്പെടണ്ട. നിന്നെ വേദനിപ്പിക്കുന്ന ആ പഴയ ഓർമ്മകൾ ഇന്ന് ഈ നിമിഷം നിന്നെ വിട്ടുപോയിരിക്കുന്നു. ഇനി നീ ഒരിക്കലും അതോർത്തു വിഷമിക്കില്ല. നിന്റെ കൂടെ ഞാനുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കുക. അല്പസമയം ഈ അവസ്ഥയിൽ തുടരുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. റേക്കി ഊർജ്ജത്തിനും നിങ്ങൾ സ്വയം നൽകിയ സ്നേഹത്തിനും ഉള്ളിലെ കുട്ടിക്കും നന്ദി പറയുക. കാലുകൾ തറയിൽ ഉറപ്പിച്ചുവെച്ച് ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഊർജ്ജം കയറുന്നതായി സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ഊർജ്ജം സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. പതിയെ കണ്ണുകൾ തുറന്ന് സാധാരണ നിലയിലേക്ക് വരിക. സെഷൻ ശേഷം ഉടൻ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വന്ന ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ എന്നിവ ഒരു ഡയറിയിൽ എഴുതിവെക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകും. ഈ ചികിത്സ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ആഴ്ചയിൽ 1-2 തവണ ഇത് പരിശീലിക്കുന്നത് ആഴത്തിലുള്ള മാറ്റങ്ങൾക്ക് സഹായിക്കും. ഓർമ്മകൾ വേദന നൽകുന്നുവെങ്കിൽ സ്വയം നിർബന്ധിക്കാതെ സൗമ്യതയോടെ മാത്രം അവയെ അഭിമുഖീകരിക്കുക. റേക്കി ഊർജ്ജം എപ്പോഴും സ്നേഹത്തോടെ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് ഓർക്കുക. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.